നമ്മൾ നോർമലി ക്രിമ്പ് ചെയ്യുമ്പോൾ ബി സ്റ്റാൻഡേർഡാണ് ഉപയോഗിക്കാറ്. ബി സ്റ്റാൻഡേർഡാണ് ക്രിമ്പ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബി സ്റ്റാൻഡേർഡ് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. അതായത് ഏതൊക്കെ കളർ കോഡാണ് വരുന്നതെന്ന് നോക്കാം. അതായത് ബി സ്റ്റാൻഡേർഡിൽ നമ്മൾ നോർമലി ഉപയോഗിക്കുന്നതിൽ വരുന്നത് ഓറഞ്ച്, വൈറ്റ്, ഓറഞ്ച്, ഗ്രീൻ, white, blue, white, green, brown, white, brown. ഇങ്ങനെയാണ് നോർമലി ബി സ്റ്റാൻഡേർഡ് വരുന്നത്. അതായത് ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ഗ്രീൻ വൈറ്റ് ബ്ലൂ, ബ്ലൂ വൈറ്റ് ഗ്രീൻ, ബ്രൗൺ വൈറ്റ് ബ്രൗൺ. ഈ ഒരു സ്റ്റാൻഡേർഡാണ് നോർമലി നമ്മളിവിടെയൊക്കെ കണ്ടുവരുന്നത്. നോർമലി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡും ഈ ഒരു ബി സ്റ്റാൻഡേർഡാണ്. സോ നമ്മൾ ക്രിമ്പ് ചെയ്യുമ്പോഴും നോർമലി ഈ ഒരു സ്റ്റാൻഡേർഡിൽ തന്നെയാണ് ക്രിമ്പ് ചെയ്യേണ്ടത്. പിന്നെ നോർമലി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള പല വീഡിയോകളും പറഞ്ഞിട്ടുള്ള പോലെ രണ്ട് സൈഡിലും ഒരേ ക്രിമ്പിങ്, അതായത് ഒരേ പോർട്ടിൽ നമ്മൾ സ്ട്രൈറ്റ് ക്രിമ്പിങ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും ഒരേ കളർ കോഡ് ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സാധിക്കും. എന്നാൽ നമ്മൾ നോർമലി ഒരു പുതിയതായിട്ടൊരു നെറ്റ്വർക്കിലൊക്കെ നമ്മളൊരു ക്രിമ്പ് ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ നോർമലി ബി സ്റ്റാൻഡേർഡ് ആയിരിക്കും. എന്ന് വേണമെങ്കിൽ ഇത് കൺഫേം ചെയ്യാം ഇതേ സ്റ്റാൻഡേർഡ് തന്നെയല്ലേ എന്നുള്ളത്. ആ ഒരു കണക്ടർ നമുക്ക് പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും. RJ45 കണക്ടർ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏത് സ്റ്റാൻഡേർഡാണ് വെച്ചേക്കുന്നതെന്ന്. നോർമലി ഇവിടെ കണ്ടുവരുന്നതൊക്കെ ബി സ്റ്റാൻഡേർഡാണ്. സോ ഇതാണ് ബി സ്റ്റാൻഡേർഡ് എന്നുള്ളത്. പിന്നെ ഇതെങ്ങനെ ക്രിമ്പ് ചെയ്യാമെന്നുള്ളത് വീഡിയോ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ എ സ്റ്റാൻഡേർഡും ബി സ്റ്റാൻഡേർഡ് ഡിഫറൻസിൻ്റെ ഒക്കെ ലിങ്ക് ഉള്ള വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. സോ ഇതാണ് ബി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, ക്രിമ്പിംഗ് ബി സ്റ്റാൻഡേർഡ്.